തൃക്കാക്കരയിൽ UDF ഭരണം നിലനിർത്തി. 48 ഡിവിഷനിൽ 26 ഡിവിഷനും UDFന് ലഭിച്ചു. 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 2020 ഈ പ്രാവശ്യം തൃക്കാക്കരയിൽ അക്കൗണ്ട് തുറന്നു. കാക്കനാട് ഡിവിഷനിലാണ് 2020 വിജയിച്ചത്. വിജയാശംസകൾ നേരുന്നു. എന്താണ് ഇപ്പോൾ UDF നല്ല മിന്നും വിജയം തന്നെയാണ്. 2020 ഒരു സ്ഥാനം ഈ പ്രാവശ്യം തൃക്കാക്കരയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലും ഈ കോൺഗ്രസിൻ്റെ ഈ UDFിൻ്റെ ഈ പ്രാവശ്യത്തെ ഭരണം എങ്ങനെയായിരിക്കും, വിജയത്തെക്കുറിച്ചെന്ന് പറയുന്നത്? ഐക്യജനാധിപത്യ മുന്നണിക്ക് തിളങ്ങുന്ന വിജയമാണ് തൃക്കാക്കരയിലെ ജനങ്ങൾ നൽകിയത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ സമയത്തും കൃത്യമായി പറഞ്ഞിരുന്നു, UDFന് മെജോറിറ്റിയുള്ള കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ജനങ്ങൾ അതവരുടെ കയ്യൊപ്പായി ഞങ്ങളെ സ്വീകരിക്കും എന്ന് പറഞ്ഞത് അടിവരയിട്ടുകൊണ്ടുള്ളൊരു വിജയമാണ് ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വോട്ടർമാരടുത്ത് എന്താ പറയുന്നത്? വോട്ടർമാരാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ശക്തി, ബലം അവരാണ്. അവർ തരുന്ന ആ ഒരു ഊർജ്ജമാണ് ഞങ്ങളെ ഈ 2010 മുതൽ 2025 കാലഘട്ടം വരെ ഞങ്ങൾക്ക് തല ഉയർത്തി. അവർ ശരിക്കും പറഞ്ഞാൽ അവർ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും എന്ത് കാര്യങ്ങൾ ചെയ്താലും അവർ നമുക്ക് എല്ലാ സപ്പോർട്ടും നമുക്ക് നൽകുന്നുണ്ട്. ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ തന്നെ അവരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമാണ്, അവർക്കും കൂടി സ്യൂട്ടായ എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വർഷവും ഇത്തവണയും ഞങ്ങൾക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കാൻ സാധിച്ചത്. ഞങ്ങളെ വിജയത്തിലേക്ക് നയിച്ച, അതായത് തൃക്കാക്കരയിൽ തന്നെ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള നിലയിലല്ല, ഞങ്ങൾ രണ്ടുപേരും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം മുതൽ ഇന്നേ വരെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവർ, ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച പാർട്ടി ഉൾപ്പെടെ, അതുപോലെ തന്നെ നാട്ടിലെ മുഴുവൻ സമ്മതിദായകർക്കും കക്ഷി രാഷ്ട്രീയത്തിന് ഭേദമന്യേ ആണ് ഞങ്ങൾക്ക് വോട്ട് കിട്ടിയിരിക്കുന്നത്. അതിൽ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വോട്ട് എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. 3-4 അവാർഡുകളാണ് എന്നെ തേടി എത്തിയത്. ശരിക്കും പറഞ്ഞാൽ അത് ജനങ്ങൾ തരുന്ന വലിയൊരു അംഗീകാരമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. നമ്മൾ വാർഡിൽ എന്തുമാത്രം വികസനങ്ങൾ നടത്തുന്നതോ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് എനിക്ക് ആ ഒരു അവാർഡ് കിട്ടിയത്. കാക്കരയിലെ 2020 അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. കാക്കനാട് ഡിവിഷൻ DLF ഫ്ലാറ്റ് വരുന്ന, SFS ഫ്ലാറ്റ് വരുന്ന ഏരിയയാണ്. അവിടെ ഏതായാലും തൃക്കാക്കരയിൽ 2020 അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. നമ്മുടെ സ്ഥാനാർത്ഥി, നമ്മുടെ കൂടെ വിജയിച്ച നമ്മുടെ കൗൺസിലർ എന്ന് തന്നെ പറയാം. നമസ്കാരം. ഏതായാലും തൃക്കാക്കരയിലേക്ക് സ്വാഗതം. ഏതായാലും നമ്മുടെ വോട്ടർമാരെടുത്ത് അതുപോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് 2020 തൃക്കാക്കരയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഏതായാലും ഒരു മാതൃക വാർഡായിട്ട് ആ ഒരു വാർഡിനെ മിക്കവാറും 2020 മിക്കവാറും ആ ഒരു രീതിയിൽ തന്നെ കാണുമെന്ന് തോന്നുന്നു. നമ്മുടെ പ്രേക്ഷകരെടുത്ത്, നമ്മുടെ വോട്ടർമാരെടുത്ത്, നമ്മുടെ തൃക്കാക്കര നിവാസികളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? പറഞ്ഞു. എല്ലാവർക്കും നന്ദി. ഒറ്റവാക്കി പറയാണ്, എല്ലാവരും തന്ന സ്നേഹത്തിന് നന്ദി. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് എൻട്രി ആയിരുന്നു കാക്കനാട്. ഇത് സാബു M ജേക്കബിന് കൊടുത്ത നിങ്ങളുടെ സ്നേഹമാണ് എനിക്ക് തന്ന വോട്ട്. ഓരോന്നും നിങ്ങളോട് ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാവും. എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മുടെ പ്രവർത്തകർ നമ്മുടെ കൂടെ ചേരുകയാണ്. അവരൊക്കെ ആഘോഷത്തിലാണ്. 13ാം ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച തോമസ് നമ്മുടെ കൂടെ ചേരുകയാണ്. നന്മ 24 ഉൾപ്പെടെ സംഘടിപ്പിച്ച ഒരു സ്ഥാനാർത്ഥി സംഗമത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം, സാധാരണക്കാരെങ്ങനെയാണ് സംസാരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ്. അന്ന് പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നെ അന്വേഷിച്ച് ആരും വീട്ടിലേക്ക് വരേണ്ടതില്ല. ഞാൻ ഈ വാർഡിൽ ഏതെങ്കിലും മുക്കിലും മൂലയിലും ഉണ്ടാവും. അങ്ങോട്ട് വന്നോളാം. എൻ്റെ വീട്ടിലേക്ക് അന്വേഷിച്ച് വരിക, അല്ലെങ്കിൽ നഗരസഭയിൽ മറ്റുള്ളവർക്ക് പോകേണ്ടതില്ല. ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് ഉള്ള കാര്യം ജനങ്ങൾ ഏറ്റെടുത്തു എന്ന് തോന്നുന്നു. ഏതായാലും തോമസ്, വിജയാശംസകൾ. എന്താണ് നമ്മുടെ ഇപ്പം വോട്ട് ചെയ്ത ഇപ്പം വിജയിച്ചു കഴിഞ്ഞു, നമ്മുടെ വോട്ടർമാരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥനകൾ കൊണ്ടാണ്, ഏറ്റവും കൂടുതൽ വീടുകളിലിരുന്ന് പ്രാർത്ഥിച്ചാണ്. കാരണം നീ ജയിക്കും, നീ ജയിക്കും. പക്ഷേ എനിക്കുള്ളിൽ പേടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പുറകിലിരുന്ന് ജനങ്ങൾ, തുതിയൂരിലെ ഓരോ അമ്മമാർ, പെങ്ങന്മാർ, കുഞ്ഞുമക്കൾ, ചേട്ടന്മാർ, ചേച്ചിമാർ എല്ലാവരും നീ ജയിക്കും, നിനക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണേണ്, മാതാവിനോട് എല്ലായിടത്തും പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ ശക്തിയാണ് എൻ്റെ ഒരു വിജയം. അന്ന് സ്ഥാനാർത്ഥി സംഗമത്തിൽ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ അന്വേഷിച്ച ഒരാൾ എൻ്റെ വീട്ടിലോട്ട് അവിടെ പറഞ്ഞു. എന്നെ അന്വേഷിച്ച് ഒരാളും എൻ്റെ വീട്ടിലോട്ട് വന്നു. ഞാനാണ് അവരുടെ വീട്ടിൽ പോകേണ്ടത്. കാരണം അവരെനിക്ക് വേണ്ടി വോട്ട് കുത്താൻ സമയം കളഞ്ഞു വന്നേക്കണം. അവർ എന്നെ ഏത് തുതിയൂരിൽ ഇപ്പോഴും പറയുന്നു, ഏത് മുക്കിലും മൂലയിലും ഞാനുണ്ടാവും. അത് 100% ഉറപ്പാണ്. പിന്നെ ഒരു പ്രത്യേകത, നമ്മൾ ആ സ്ഥാനാർത്ഥി സംഗമത്തിൽ നമ്മൾ കണ്ടു, എല്ലാ സ്ഥാനാർത്ഥികളും ഒന്നിച്ച് നല്ല സന്തോഷകരമായിട്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ ആ ഒരു ഇത് ആ സമയത്ത് ഇലക്ഷൻ സമയത്തുണ്ടാകും. അന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇലക്ഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു പൊതുപ്രവർത്തനമായി എന്നെ ഏൽപ്പിച്ച ചുമതല കൃത്യമായിട്ട് ചെയ്യുന്നു.
അതുപോലെ അന്ന് അവിടെ പങ്കെടുത്ത എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ പാർട്ടികളുടെ ആളുകളും ഒരു ഒറ്റ കൈയായിരുന്നു. പിന്നെ അന്ന് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഏതായാലും തോമസ് ആണ് അതിനകത്ത് വിജയിക്കാൻ സാധിച്ചത്. അപ്പം വോട്ടർമാർക്കും അതുപോലെ പരിസരവാസികൾക്കും പ്രത്യേകിച്ച് അവിടെ എല്ലാ മുക്കിലും മൂലയിലും എത്തുന്ന ഒരാളെന്ന് പറഞ്ഞല്ലോ. ഏതായാലും അതേപോലെയുള്ള നല്ല പ്രവൃത്തി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തൃക്കാക്കരയുടെ പൊതുവായിട്ടുള്ള തൃക്കാക്കര നമ്മുടെ തുതിയൂർ ഭാഗത്ത് മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. തൃക്കാക്കരയുടെ പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല കാര്യങ്ങളിലും പൊതു വികസനത്തിന്റെ കാര്യങ്ങളെല്ലാം കൈകോർക്കുമല്ലോ. ഉറപ്പ് 100%. ശരി, നമ്മുടെ തൃക്കാക്കരയുടെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം. ശരി, അതായത് നന്മ 24 കാക്കനാട് ന്യൂസ് എന്ന് പറഞ്ഞെങ്കിൽ ഒരുപാട് വാർത്തകളും എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഞാൻ ആ സ്ഥിരമായാലും അംഗവും കൂടിയാണ്. ഒരുപാട് ഗുണമുണ്ട്. ഓരോ ദിവസവും ഒരു പൈപ്പ് പൊട്ടണമെങ്കിൽ പോലും അതിൽ വാർത്ത വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് അത് അപ്പം തന്നെ അത് കറക്റ്റ് ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള പ്രവർത്തനം ഏതായാലും കാക്കനാട് ന്യൂസിന്റെ നന്മ 24 ഭാഗത്തു നിന്നുണ്ടാകും. നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുക. ഓക്കെ, താങ്ക് യു. നമ്മുടെ പാട്ടുപുര ഡിവിഷനിൽ നിന്ന് വിജയിച്ച സൻഷ ബിജു എൻ്റെ സുഹൃത്തിൻ്റെ വൈഫാണ് കേട്ടോ. ഏതായാലും നല്ല ഒരു വിജയമായിരുന്നു. UDFന്റെ പത്രിക തള്ളിപ്പോയ ഒരു ഡിവിഷൻ കൂടിയാണ്. ഏതായാലും നല്ലൊരു മിന്നും വിജയമാണ് നേടിയത്. എന്തു പറയും നമ്മുടെ വോട്ടർമാരുടെ അടുത്ത് എന്ത് പറയുന്നു? എൻ്റെ ഇതൊരു രാഷ്ട്രീയ വിജയമായിട്ട് ഞാൻ കരുതുന്നില്ല. 23-ാം വാർഡിലെ എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്ക് തന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു പ്രതിഫലനമായിട്ടാണ് ഈ വിജയത്തെ ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഈ വിജയിച്ചു പോയ ആളുകൾ അവിടെ ചെല്ലുമ്പോൾ തമ്മിലടിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജയിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ രീതിയിലുള്ള പ്രവർത്തനം? എങ്ങനെയായിരിക്കും നമ്മുടെ രീതി? അങ്ങനെയൊന്നുമല്ല. നമ്മൾ ആരെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് കൊണ്ടുവന്നാലും 100% അവരുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് തന്നെയാണ് നിൽക്കും. 100% അവരുടെ കൂടെ ചോദിക്കാൻ്റെ കാരണം ഈ ഒരു കൗൺസിൽ സ്ഥാനം കിട്ടി കഴിയുമ്പോൾ ചില ആൾക്കാരുടെ ഒരു സ്വഭാവം കൊണ്ട് മാറാറുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഒപ്പം എന്നും ഉണ്ടാകും എന്നാണോ? ജനങ്ങളുടെ ഒപ്പം എന്നും ഉണ്ടാകും എന്ന ഉറപ്പോട്ട് തന്നെയാണ് ഞാൻ ഈ മത്സരത്തിലേക്ക് തന്നെ വന്നത്. ശരി, അപ്പം നല്ല രീതിയിൽ ജനങ്ങളുടെ ഒപ്പം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നന്ദി. 56-ാം ഡിവിഷനിലെ വിജയിച്ച സ്ഥാനാർത്ഥി നമ്മുടെ കൂടെ ചേരുകയാണ്. എന്തായിരുന്നു പേര്? റെക്സി ഷിജു. ഓക്കെ, അവിടുത്തെ വോട്ടർമാരെ നമ്മളൊരു നല്ലൊരു ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് അല്ലേ? എന്ത് പറയണം വോട്ടർമാരുടെ? അവരോട് എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. പിന്നെ എല്ലാവരുടെയും കൂടെ ഞാൻ എപ്പോഴും ഒപ്പം ഉണ്ടായിരിക്കും. ആ ഒരു ഉറപ്പ് ഞാൻ തരും എല്ലാവർക്കും. ആ ഒരു ഉറപ്പുണ്ട്. യെസ്. അപ്പൊ വോട്ടർമാര് വീടുകളിൽ വരണ്ട, നമ്മൾ അങ്ങോട്ട് ചെല്ലുവോ? നമ്മ വിളിക്കണോടത്ത് ചെല്ലും നമ്മ. ശരി. നമ്മുടെ കൂടെ ഇൻഫോ പാർക്ക് പ്രദേശം നമുക്കറിയാം. ഇപ്പം അത് 3 ഡിവിഷനായി. ആ 3 ഡിവിഷനിലെ സ്ഥാനാർത്ഥികളും UDFൻ്റെയാണ് വിജയിച്ചത്. നേരത്തെ MO വർഗീസ് ആയിരുന്നു ഈ ഒരു വാർഡിലെ കൗൺസിലർ. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വാർഡാണ്. മറ്റുള്ളവർക്കൊക്കെ അസൂയപ്പെടാവുന്ന ഒരു വാർഡാണ്. അത്രത്തോളം CSR ഫണ്ടൊക്കെ ഉപയോഗിച്ച് വളരെ ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്ത ആളാണ്. ഏതായാലും MO വർഗീസാണ് ഈ 3 പേരെയും നയിച്ചത്. ആ 3 പേരെയും വിജയിപ്പിച്ചു എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ആദ്യം തന്നെ ഈ അറ്റത്ത് നിന്ന് തുടങ്ങാം. നമ്മുടെ പാറയ്ക്കമുകൾ ഡിവിഷനിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥിനെ പറയും അങ്ങോട്ട്. ഷെർലി ടോമി, പാറയ്ക്കമുകൾ 27-ാം ഡിവിഷനിൽ നിന്ന് വിജയിച്ചിരിക്കുന്നു. നമ്മുടെ രാജഗിരി ഡിവിഷനാണ്. രാജഗിരി ഡിവിഷൻ നല്ല അങ്കണവാടി ഉൾപ്പെടെ അതിന് തൊട്ടടുത്താണ് വീട്. അതുപോലെ ആ ഏരിയയും നമ്മുടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആ ഏരിയ മുഴുവനും നല്ല വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന ആളാണ് MO വർഗീസ്. ഏതായാലും നമ്മുടെ രാജഗിരി വാലിയിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥിയാണ്. പേര് സത്യഭാമ സുരേഷ്. നമ്മുടെ വോട്ടർമാരുടെ അടുത്ത് എന്ത് പറയുന്നു? MO വർഗീസ് തുടർന്നുകൊണ്ട് പോകുന്ന തന്നെ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും തുടർന്ന് ഞങ്ങൾ ഉണ്ടാവും കൂടാതെ എപ്പോൾ വിളിച്ചാലും വിളപ്പുറത്തുണ്ടാവും എന്നുള്ള ഉറപ്പും തരുന്നു. നേരത്തെ തന്നെ കുറേ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് നല്ല നല്ല പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കാം. നമ്മുടെ നിലംപതിഞ്ഞമോൾ ഡിവിഷനിൽ നിന്ന് മത്സരിച്ചാണ്. ഞാൻ അത് സൂചിപ്പിച്ചാലും 3-ൽ 1 3ആയി. ആ അടുത്ത 3ാമത്തെ സ്ഥാനാർത്ഥിയാണ് നിലംപതിഞ്ഞമോൾ. പേര് വിനയ സുജിത്ത്. വിനയ സുരേഷ്. സുജിത്ത്. വിനയ സുജിത്താണ്. വിനയ സുജിത്തിന് എന്താ പറയാനുള്ളത് നോക്കാം, പറയും. ഞാൻ 26-ാം ഡിവിഷൻ നിലംപതിഞ്ഞമുകളിൽ നിന്നും മത്സരിച്ച സ്ഥാനാർത്ഥിനെ വിജയിച്ചു. വിനയ സുജിത്ത് എന്ന പേര്. എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇനി മുന്നോട്ടും വർഗീസേട്ടൻ ചെയ്ത പോലെ തന്നെ എല്ലാ ഇതിനും അതേപോലെ തന്നെ തുടർന്നുകൊണ്ട് പോകുമെന്ന് ഞാൻ എല്ലാവർക്കും ഉറപ്പ് വരുന്നു. ഇനി ഇതിന് ചുക്കാൻ പിടിച്ച MO വർഗീസിനടുത്ത് നമുക്ക് ചോദിക്കേണ്ടത്, MO വർഗീസ് ആയാലും ഈ 3 പേരെ വിജയിപ്പിച്ചെടുത്തിരിക്കുകയാണ്. നമുക്കൊരു തൃക്കാക്കര നഗരസഭയുടെ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ചെയർമാൻ സ്ഥാനത്തേക്ക് തന്നെ ആര് മത്സരിക്കണമെന്ന് തന്നെ പറയാൻ യോഗ്യനായിട്ടുള്ള ആളാണ് ശ്രീ MO വർഗീസ്. ഏതായാലും MO വർഗീസിന് അടുത്ത് ചോദിക്കാം. മോറീസ്, നിലമ്പൂർ വാർഡ് 3 വാർഡായിട്ട് മാറുകയും ആ 3 വാർഡും വനിതാ സംവരണം വരികയും ചെയ്യണ്ടായി. നമുക്കറിയിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ 2020-25 ഭരണസമിതിയിൽ
തൃക്കാക്കര നഗരസഭയിലെ 41 വാർഡുകളിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടന്നിരിക്കുന്ന ഒരു വാർഡാണ് നിലമ്പൂർ വാർഡ്. ആ വാർഡിൻ്റെ ഒരു ജനങ്ങൾ നൽകിയ ഏറ്റവും വലിയ അംഗീകാരമാണ് ആ വാർഡ് വിഭജിച്ചുണ്ടായ 3 വാർഡിലെയും ക്യാൻഡിഡേറ്റുകൾക്ക് കിട്ടിയിരിക്കുന്ന ഈ വോട്ട്. ആ വോട്ടർമാർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ തൃക്കാക്കരക്കാർ ഏറെ ആവശ്യപ്പെടുന്നതാണ് നമ്മുടെ IT നഗരമാണ്. വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. 144 കോടി രൂപ 156 കോടി രൂപയുടെയൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം നല്ല വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. പക്ഷേ പുതിയ സംരംഭങ്ങൾ, അതുപോലെ തന്നെ മാസ്റ്റർ പ്ലാൻ, അതുപോലെ തന്നെ നമ്മുടെ തെരുവ് വിളക്കുകൾ, റോഡുകൾ, മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു, ശാസ്ത്രീയ മാലിന്യ സംസ്കരണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ബസ് സ്റ്റാൻഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തൃക്കാക്കരയിൽ അനിവാര്യമാണ്. നല്ല വരുമാനമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പോരായ്മ മിക്ക ആളുകളും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ IT നഗരമാണ്, ജില്ലാ ആസ്ഥാനമാണ്, അത്രത്തോളം സ്വദേശികളും വിദേശികളൊക്കെ ജോലി ചെയ്യുന്നൊരിടം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യപ്രാപ്തിയോടെ ഈ പറഞ്ഞ പുതിയ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെ തയ്യാറാക്കി മുന്നോട്ട് പോകേണ്ടതല്ലേ? ഇത് സാധാരണ തൃക്കാക്കരക്കാർ ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യമാണ്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു ഈ ഒരു ഭരണസമിതി വന്നു? തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. തൃക്കാക്കര പഞ്ചായത്ത് 2010 മുനിസിപ്പാലിറ്റിയായി രൂപപ്പെട്ടു. അതിനുശേഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇനിയും ഒരുപിടി കാര്യങ്ങൾ, നിങ്ങൾ പ്രതിപാദിച്ച എല്ലാ മേഖലയെയും സ്പർശിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡ് ഉണ്ടാകും, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാകും, IT ഹബ്ബായ തൃക്കാക്കരയ്ക്ക് അതിൻ്റേതായ ഒരു മെജോറിറ്റി ഉണ്ടാകും. ഈ എല്ലാ കാര്യങ്ങൾക്കും സമഗ്രമായൊരു മാസ്റ്റർ പ്ലാനോട് കൂടിയായിരിക്കും ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ആളുകളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ മാനിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജനപങ്കാളിത്തത്തോടുകൂടെ തന്നെ ഒരു ഭരണസമിതി മുന്നോട്ട് പോകും. എല്ലാവർക്കും 100% വിശ്വസിക്കാം. ഈ വരുന്ന ഭരണസമിതി ഈ പോരായ്മകളും കുറ്റവും കുറവും ഒക്കെ പരിഹരിച്ച് 100% അടുത്ത 2036 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും UDFന് ഭരണം നടത്തണമെങ്കിൽ ജനങ്ങളുടെ ആഗ്രഹത്തിനും അവരുടെ താല്പര്യത്തിനും അത്തരം ഉണരേണ്ടതുണ്ട് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ ബോധ്യം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ളൊരു വികസന പ്രവർത്തനമായിരിക്കും വരാൻ പോകുന്ന 5 വർഷം തൃക്കാക്കരയിൽ നടപ്പിലാക്കും. ഏതായാലും നല്ലൊരു ഭരണം തൃക്കാക്കര ജനങ്ങൾക്ക് വേണ്ടി, തൃക്കാക്കര ജനതയ്ക്ക് വേണ്ടി, IT നഗരത്തിന് വേണ്ടി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വളരെ നന്ദി പ്രതികരിച്ചു.